ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗൾഫ് ഫോക്കസിന്റെ ഹരിത കാഴ്ച വിവരിക്കുന്ന സെഗ്മെന്റാണ് ഗ്രീൻ ഫോക്കസ്. മരുഭൂമിയെ പച്ചപ്പുകളാക്കി മാറ്റുന്ന മനുഷ്യാധ്വാനത്തിന്റെയും കാർഷിക ഭ്രമത്തിന്റെയും പ്രകൃതി അനുഗ്രഹത്തിന്റെയും സമ്മോഹനത വെളിപ്പെടുത്തുന്ന ഗ്രീൻ ഫോക്കസിന്റെ എപ്പിസോഡുകൾ ഏറെ വിപുലമായി ആസ്വദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വർഷത്തെ ഗ്രീൻ ഫോക്കസിന്റെ ആദ്യ എപ്പിസോഡാണിത്. ഗൾഫ് ഫോക്കസിന്റെ പ്രത്യേക സെഗ്മെന്റാണ് ഗ്രീൻ ഫോക്കസ്. ഗ്രീൻ ഫോക്കസിൽ ഞങ്ങൾ കുറേ വർഷങ്ങളായി ഗൾഫിൽ വിളയിക്കുന്ന കാർഷിക വിളകളെക്കുറിച്ചും ഗൾഫിലെ പച്ചക്കറി തോട്ടങ്ങളെക്കുറിച്ചും ഹരിതാപമായ കാഴ്ചകളെക്കുറിച്ചും വിശദമായ റിപ്പോർട്ടുകൾ നൽകി വരുന്നുണ്ട്. ചെറിയ വില്ലകളിലും ഫ്ലാറ്റുകളിലും പ്രവാസി മലയാളി കുടുംബങ്ങൾ വളർത്തുന്ന ചെടികളും പച്ചക്കറികളും ഏറെ ആസ്വാദ്യതമായി മാറാറുണ്ടുമുണ്ട്. ഇത്തരം കാഴ്ചകൾ ഞങ്ങൾ നൽകുമ്പോൾ അത് പ്രചോദനവും പ്രേരണയുമായി മാറുന്നുവെന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന പല ഫോൺ കോളുകളും തെളിയിക്കുന്നു. അജ്മാനിലെ വിജയൻ ഞങ്ങളാണ് ആദ്യമായി മരുഭൂമിയിൽ ഏക്കർ കണക്കിന് കൃഷിത്തോട്ടങ്ങൾ നിർമ്മിച്ച കൊല്ല സ്വദേശി വിജയനെ കുറിച്ച് പ്രക്ഷേപണം ചെയ്തത്. പിന്നീട് പല ചാനലുകളും അത് ആവർത്തിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ വിജയനെ പരിചയപ്പെടുത്താൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. പിന്നീട് ഒരുപാട് കൃഷി കേന്ദ്രങ്ങൾ, കൃഷിയിടങ്ങൾ, വീടുകൾ, ഫ്ലാറ്റുകൾ, വില്ലകൾ, അങ്ങനെ ഗൾഫിലെ മരുഭൂമികളെ ഹരിതാപ ഭൂമിയാക്കി മാറ്റിയ വിസ്മയകരമായ കാഴ്ചകൾ UAE മാത്രമല്ല വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങൾ കാണുകയും അത് പകർത്തിയെടുത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതാ തണുപ്പ് തുടങ്ങി. ഞങ്ങൾ ഗ്രീൻ ഫോക്കസ് വീണ്ടും ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ തണുപ്പ് കാലമാണ്. മരുഭൂമികൾ ശൈത്യമേൽക്കുന്ന വസന്തകാലം. മലയാളികളടക്കം നിരവധി പ്രവാസികളും തദ്ദേശീയരും പച്ചപ്പുകൾ സൃഷ്ടിക്കുന്ന കാർഷിക ദിനങ്ങൾ വന്നെത്തി. ഗ്രീൻ ഫോക്കസിൽ ഞങ്ങൾ ആദ്യം അവതരിപ്പിക്കുന്നത് അജ്മാൻ ഹാബിറ്ററ്റ് സ്കൂളിലെ കൃഷിത്തോട്ടത്തെക്കുറിച്ചാണ്. മരുഭൂമിയിൽ മുന്തിരി വിളയിക്കുന്ന കുട്ടികൾ, അവർക്ക് പ്രചോദനവും പ്രേരണയുമായി അധ്യാപകരും. ആ പ്രത്യേക അനുഭവങ്ങളിലേക്ക്. ഗൾഫിൽ ഭയങ്കരമായ ചൂടാണ്. മരുഭൂമികളിൽ ചെടികൾ പോലും വളരില്ല. മഴയും നല്ല മണ്ണുമുള്ള ഭൂപ്രദേശങ്ങളിൽ മാത്രമേ ചെടികളും പൂക്കളും പച്ചക്കറികളും ഉണ്ടാവുകയുള്ളൂ എന്ന തെറ്റിദ്ധാരണയാണ് ഇവിടെ തിരുത്തുന്നത്. മരുഭൂമികൾ കൃഷിഭൂമികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസി മലയാളികൾ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രവാസികൾ തങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ മരുഭൂമിയെ പച്ചപ്പുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അജ്മാൻ ഹാബിറ്റേറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവർ വിളയിച്ച മുന്തിരിത്തോപ്പുകൾ അധ്യാപകരുടെ സഹായത്തോടെ കുട്ടികൾ മരുപ്രദേശത്തെ സ്വപ്നസുന്ദരമായ കൃഷിത്തോട്ടമായി മാറ്റിയിരിക്കുകയാണ്. എന്താണ് കാർഷിക മേഖല? മണ്ണും വെള്ളവും എങ്ങനെ ഉപയോഗപ്പെടുത്താം? കൃഷിഭൂമിയിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ എന്തൊക്കെ ചെയ്യണം തുടങ്ങി പ്രാഥമിക അറിവുകൾ തൊട്ട് കൃഷിയിടത്തിലെ പ്രായോഗിക തലം വരെ പഠിപ്പിക്കുകയാണ് സ്കൂളിലെ അധ്യാപകർ. മുന്തിരി മാത്രമല്ല, എല്ലാ കാർഷിക വിളകളും വിളയിക്കുന്ന ഭൂമിയാക്കി മാറ്റുകയാണ് കുട്ടികളും അധ്യാപകരും. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും വിവിധ മന്ത്രാലയങ്ങളുടെ എല്ലാ പിന്തുണയുമുണ്ട് ഈ കാർഷിക കൃത്യങ്ങൾക്ക്. വിവിധ ഇനം പച്ചക്കറികൾ ഇവിടെ സുലഭം. തക്കാളി, ക്യാപ്സിക്കം, വാഴ, കരിമ്പ് തുടങ്ങി നെൽകൃഷി വരെ. നേരത്തെ മുതൽ തന്നെ ഞങ്ങൾ ചോളം ചെയ്യാറുണ്ട്. ചോളം ഒരു 3-4 പ്രാവശ്യം തന്നെ വിളവെടുത്ത് കഴിഞ്ഞു. പിന്നെ പച്ചക്കറികളിൽ തക്കാളി, ബ്രിഞ്ചോൾ, പിന്നെ ചില്ലി, ക്യാപ്സിക്കം ഇതുപോലുള്ളതൊക്കെ ഞങ്ങൾ ഗ്രീൻ ഹൗസിലും പുറത്തുമായിട്ട് നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. നല്ല വിളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതുവരെയായിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വാഴ, പിന്നെ ഷുഗർ കെയിൻ, മുന്തിരി ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഇത് നല്ല രീതിയിൽ പരിപാലനം കൊടുത്തു. അപ്പം നല്ല പൂത്തു കായ്ച്ചു. അതിൻ്റെ സന്തോഷമാണ്. സ്കൂളുകളെ കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ മുൻധാരണകളെ തിരുത്തുകയാണ് ഇവിടെ. ചുറ്റും ചെടികളും മരങ്ങളും.
പൂത്തുലഞ്ഞു നിൽക്കുന്ന മുന്തിരിവള്ളികളും ഒരു കൃഷിഭൂമിയിൽ പണിത സ്കൂൾ പോലെ 2 ഏക്കർ ഭൂമിയിൽ പരന്നു കിടക്കുന്ന കാർഷിക വിളകൾ. പുസ്തകങ്ങളിലോ ഇന്റർനെറ്റിലോ മാത്രം കണ്ടിട്ടുള്ള കാർഷിക വിളകൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുകയാണ് കുട്ടികൾ പഠനത്തിലൂടെ. പുതിയ തലമുറയിലെ ഈ കുട്ടികൾ വലിയ സന്തോഷത്തിലാണ്. അവരുടെ വാക്കുകളിലേക്ക്. 2014 ഞാൻ സ്കൂളിലുണ്ടായിരുന്നു. ആ സ്കൂളിൽ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ഫാർമിംഗ് എന്ന കോഴ്സും അതിൻ്റെ തിയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിയറിയിൽ ഞങ്ങൾ ഫാർമിൽ ഇറങ്ങാറുണ്ടായിരുന്നു. നാട്ടിൽ കണ്ടതിലധികം ഞങ്ങൾക്കിപ്പോൾ അറിവ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വിളവെടുത്തിരുന്നു. ജനുവരി 5-ാം തീയതി അങ്ങോട്ടായിട്ട് ഞങ്ങൾ ഈ ചോളം വിളവെടുത്തു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ മുന്തിരിയിലേക്ക് വന്ന് മുന്തിരി പരീക്ഷയൊക്കെയാണ് ഒരു വലിയ വിജയം തന്നെയായിട്ട് ഞങ്ങൾക്ക് കാണാം. കാർഷികത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ആൺകുട്ടികൾ ഇപ്പം ഈ പുതുതലമുറയിൽ തന്നെ ഇവർ ഈ പുതിയ മീഡിയ സിറ്റിയുടെ ഉള്ളിലും സൈബറിൻ്റെ ഉള്ളിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്കൂളിനെ കിട്ടിയതിനും ഇങ്ങനെ ഒരു ഫാർമിംഗ് രീതി ഉണ്ടായതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ ഈ മുന്തിരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജൈവവളം കൊടുത്തും പരിപാലിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് ഈ ഫാർമിംഗ് ക്ലാസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ കാർഷികത്തിലും ഫാർമിങ്ങിലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഞങ്ങൾ സ്കൂൾ അതോറിറ്റീസിനാണ് ഞങ്ങൾക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത്. ഇങ്ങനെ ഒരു എൻവയറൺമെൻറ്റ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതിന്. ഞങ്ങളെ ആഴ്ച ഒരിക്കൽ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് എല്ലാവരും ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടിക്കൽസൊക്കെ തരാറുണ്ട്. അതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. മാം ചിലപ്പം സാമ്പിൾ സീഡ്സ് തരാറുണ്ട്. അപ്പം വീട്ടിൽ ചെന്നിട്ട് പരീക്ഷിച്ച് നോക്കാറുണ്ട്. പിന്നെ ഒരു കർഷകയായി അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു പ്ലാന്റെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷമാണ്. പിന്നെ വേറെ ഒരു സ്കൂളിലും ഇല്ല UAയിൽ ഇങ്ങനെ. അതുമാതിരി നാട്ടിലും ഇല്ല ഇങ്ങനെ സ്കൂൾസിലൊന്നും ഇങ്ങനെ ഫാമിംഗ് ആയിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു ഇതൊന്നുമില്ല. അപ്പം മാനേജ്മെൻറ്റ് സപ്പോർട്ടിംഗ് ആണ്. അതുകൊണ്ട് നമുക്കും ഒരു ഭയങ്കര എൻകറേജ്മെൻറ്റ് എല്ലാം കിട്ടിയതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ് ചെയ്യുന്നത്. തുടക്കം മുതൽ ഞങ്ങൾക്ക് ഈ പരിപാലിക്കൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഈ കാലാവസ്ഥ അനുസരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ നോട്ട്സ് തരാറുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഈ വിത്തൊക്കെ ഞങ്ങൾ തന്നെ ഇടാറ്. പിന്നെ വിളവെടുക്കുന്നത് ഞങ്ങൾ ചെയ്യാറ്. ഞങ്ങൾക്ക് തന്നെ സ്പെഷ്യലായിട്ട് ഒരു പ്രോഗ്രാമും വെച്ച് തരും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇല്ലാത്ത ദിവസങ്ങളിൽ ഇവർ സ്റ്റാഫ് വെച്ചിട്ട് ഒരു വെള്ളം വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ മുന്തിരി കിട്ടിയതിനും ഈ നല്ലൊരു സ്കൂളിൻ്റെ സറൗണ്ടിങ്ങും പൊതു അവസ്ഥയും കിട്ടിയതിന് നല്ലൊരു വലിയ സന്തോഷമുണ്ട്. അജ്മാനിലെ സ്കൂളിൽ വിളയിക്കുന്ന കാർഷിക വിളകളുടെ വൈവിധ്യം ആകർഷകമാണ്. മുരിങ്ങ, ചോളം, വാഴ, പപ്പായ, വെള്ളരിക്ക. പാഠ്യപദ്ധതിയിൽ ഫാമിംഗ് കൃഷിപ്പണി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സിലബസാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇതാണ് നമുക്കും ആവശ്യം. പാഠ്യപദ്ധതിയിൽ കൃഷിഭൂമി കൂടി കൃഷിക്കാര്യം കൂടി ഉൾപ്പെടുത്തുക. മണ്ണിലിറങ്ങി വിത്തിറക്കി വിളവെടുത്ത് പഠിച്ച് വളരുക. ഈ ഫാമിംഗ് എന്നൊരു കോഴ്സ് ഈ സ്കൂളിൽ തുടങ്ങിയിരുന്നു. ആ കോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുട്ടികൾക്ക് 4 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് തിയറി ക്ലാസ്സുകളും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. തിയറി ക്ലാസ്സുകളിൽ നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു. കൃഷിയെക്കുറിച്ചും വിവിധതരം പച്ചക്കറികളെക്കുറിച്ചും വിവിധതരം ക്രോപ്പുകളെക്കുറിച്ചും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതിനുശേഷം നമ്മൾ ഫീൽഡിൽ ഇവിടുത്തെ സീസൺ പലതരമാണല്ലോ. ഹോട്ട് സീസൺ, സമ്മറുണ്ട്, വിൻ്റർ സീസണും ഉണ്ട്. അപ്പോൾ ക്ലൈമറ്റ് പ്ലസൻ്റ് ആകുമ്പോൾ നമ്മൾ കുട്ടികളെ ഫീൽഡിൽ ഇറക്കുകയും കുട്ടികൾക്ക് പലതരം പച്ചക്കറികൾ കാണാനും അതിൻ്റെ പരിപാലന രീതികൾ കാണാനും എല്ലാം അവസരം ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ തന്നെ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ നടുന്നത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ഓരോ സ്റ്റേജസിലും കുട്ടികളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പലതരം ക്രോപ്പുകൾ ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ജനുവരിയിൽ ഒരു കോൺ കൃഷി നടത്തിയിരുന്നു. നല്ലൊരു വിളവ് നമുക്ക് എടുക്കാൻ സാധിച്ചിരുന്നു. അതൊരു വലിയൊരു നേട്ടമാണ്. അതുമാത്രമല്ല, ദുബായ് മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഒരു ഗ്രോ യിയർ ഫുഡ് പദ്ധതിയിൽ നമ്മൾ പങ്കെടുക്കുകയും അതിന് നമുക്ക് സമ്മാനം ലഭിക്കുകയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ, കാരണം വേറൊരു സ്കൂളിലും ഇങ്ങനെ ഒരു കോഴ്സ് ഇല്ല ഇവിടെ UAയിൽ. അപ്പോൾ ആദ്യമായിട്ട് ഈ സ്കൂളാണ് അത് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഗ്രേപ്പ് വൈനും ഇതുപോലെ നട്ടത്. 1 വർഷത്തിൽ കൂടുതലായി ഇപ്പം നമുക്ക് വിളവ് ലഭിക്കാറായിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് സ്കൂളും കുട്ടികളും എല്ലാവരും.
ക്യാമ്പസിൽ കൃഷി തുടങ്ങിയതോടെ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും അതൊരു ഹരമായി മാറിയിരിക്കുകയാണ്. കൃഷി തുടങ്ങാൻ കാരണം തന്നെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും താല്പര്യമാണ്. ഇതിൻ്റെ മറ്റൊന്ന്, ഇതിൽ നിന്ന് നമ്മളെ ക്യാമ്പസിൽ ഇപ്പോൾ പാരൻസ് വന്നാലും ഇവിടുത്തെ കൃഷിയിൽ നിന്ന് മുരിങ്ങ ഡ്രം സ്റ്റിക്ക് അതേപോലുള്ള സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ പാരൻസിനും കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുട്ടികൾ ചാരിറ്റിയിലേക്കുമാണ് കൊടുക്കുന്നത്. അത് കുട്ടികൾ എല്ലാവരും അതിൽ വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് പലതരം ധാരണകളാണുള്ളത്. എന്നാൽ ഇതൊരു പുതിയ അറിവാണ്. ഒരു വിദ്യാലയത്തിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് നടത്തുന്ന കാർഷിക മേഖലയെക്കുറിച്ചുള്ള അറിവ്. മഴയുണ്ട്, നല്ല മണ്ണുണ്ട്, പ്രകൃതി എല്ലാം വാരിക്കോരി തന്നിട്ടുണ്ട്. എന്നാൽ കേരള ഗവൺമെൻറ് ആവട്ടെ സർവ്വവിധ സഹായവും കൃഷിക്ക് ഇപ്പോൾ നൽകി വരുന്നുണ്ട്. ഒന്ന് തുടങ്ങിയാൽ മതി, ബാക്കിയൊക്കെ ഗവൺമെൻറ് ചെയ്തു തരും. എന്നിട്ടും സ്വന്തം വീട്ടിൽ ആവശ്യമായ പച്ചക്കറി വിളയിക്കാൻ മടി കാണിക്കുന്ന വൈറ്റ് കോളർ ഉദ്യോഗസ്ഥരും അതേ മനോഭാവമുള്ള മറ്റെല്ലാവരും ഈ കാഴ്ച കാണുക, അറിയുക. ഗൾഫിലെ കുട്ടികൾ കൃഷിഭൂമിയിലിറങ്ങി മുന്തിരിത്തോട്ടങ്ങളും മറ്റും നിർമ്മിക്കുന്ന ഈ കാഴ്ച. തനിക്ക് ലഭ്യമാകുന്ന മേഖലകളിലൂടെ സഹജീവികളെ സഹായിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നവർ പ്രവാസി മലയാളികൾക്കിടയിൽ ഏറെയുണ്ട്. അതിലൊരാളാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവങ്ങൂരിലെ നൗഫൽ. താൻ ജീവിച്ചു വളർന്നു വന്ന ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് ലഭ്യമായ ഊർജം, അതിലൂടെ ചുറ്റുമുള്ളവർക്ക് തന്നാലാവുന്നത് നൽകുന്ന ഒരു ചിത്രകാരൻ. നൗഫൽ സ്വപ്നങ്ങൾ തിരികെ നേടാനുള്ള ഈ ജീവിതയാത്രയിൽ നൗഫൽ വരച്ചുകൂട്ടിയ വെളുത്ത പ്രതലത്തിലെ നിറക്കൂട്ടുകൾ അനേകം. പക്ഷെ മനോഹരങ്ങളായ ആ ചിത്രങ്ങൾക്കെല്ലാം കാരുണ്യത്തിന്റെ കയ്യൊപ്പുണ്ട്. കോഴിക്കോട് നിന്നും ഗൾഫിലെത്തിയപ്പോൾ നൗഫൽ എന്ന കലാകാരന്റെ മനസ്സിൽ വ്യത്യസ്തമായ ഛായാചിത്രങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. പച്ചപ്പുകളും പ്രകൃതി മനോഹരതയുമുള്ള ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് പകരം വരണ്ട ഭൂമി, മരുഭൂമി. അതോടെ നൗഫലിന്റെ മനസ്സിൽ ക്യാൻവാസിൽ പുതിയൊരു ആശയം ജനിച്ചു: മരുഭൂമിയെ ചിത്രത്തിലാക്കുക എന്നത്. പ്രവാസ ജീവിതത്തിലെ ഏകാന്തതയിൽ ഛായക്കൂട്ടുകൾ സഹായകവുമായി. കോഴിക്കോട് യൂണിവേഴ്സിൽ നിന്നും ചിത്രകല പഠിച്ച നൗഫൽ ജീവിതം കരിപ്പിടിപ്പിക്കാൻ ചിത്രകലാ അധ്യാപകനായി. ചുവർ ചിത്രങ്ങൾക്കൊപ്പം നാടകങ്ങളുടെ രംഗപ്പടങ്ങൾ കൂടി ചായം നൽകിയ കാലത്താണ് 2010 മരുഭൂമികളുടെ ക്യാൻവാസിലേക്ക് നൗഫലിന്റെ ജീവിതം പറിച്ചു നട്ടത്. ഖത്തറിലെ ശാന്തി നികേതൻ സ്കൂളിൽ ചിത്രകലാധ്യാപകനായ നൗഫലിന് സ്കൂളിലെ പ്രഥമ അധ്യാപകനായ ഡോക്ടർ സുഭാഷ് നായർ നൽകിയ പ്രചോദനം ഏറെയാണ്. കോഴിക്കോടും ഖത്തറിലും ചിത്ര പ്രദർശനങ്ങൾക്ക് ശേഷം ബഹ്റൈൻ, കുവൈറ്റ്, ദുബായ് എന്നീ രാജ്യങ്ങളും ചിത്ര പ്രദർശനങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ്. ആധുനികതയിൽ അന്യമാകുന്ന നാട്ടു സംസ്കാരത്തിൻ്റെയും ഗ്രാമീണ കാഴ്ചകളുടെയും ഉൾത്തുടുപ്പുകളാണ് കാളവണ്ടിയും കൈവല വീശിയെറിയുന്ന മുക്കുവനും പുതിയ മുളകൾക്കായി നിലം ഉഴുതുമറിക്കുന്ന കാളപ്പൂട്ടും കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ ചുവരിൽ ഇടം പിടിച്ച ആനയെ കുളിപ്പിക്കുന്ന പാപ്പാന്റെ ചിത്രവും നിറക്കൂട്ടുകളിൽ പകർത്തിയ ക്യാൻവാസിൽ നിറയുന്നു. പിറന്ന നാടിൻ്റെ ഗ്രാമീണ കാഴ്ചകൾക്കൊപ്പം അറബ് സംസ്കാരങ്ങളുടെ ജലഛായ ചിത്രങ്ങളും ഉൾപ്പെടുന്നു. ദോഹയിലെ സുഖ് വാക്കിഫ് ഫാൽക്കൺ മേളകളിൽ അറബ് സംസ്കാരത്തിൻ്റെ ആ പ്രൗഢിയേകുന്ന ഫാൽക്കണുമായി നിൽക്കുന്ന അറബി ബാലനും മസ്ജിദുകളിലും നൗഫൽ വരച്ചുകൂട്ടിയ ചിത്രങ്ങൾ ഉൾപ്പെടുന്നു. തനിക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ് തൻ്റെ ചിത്രകാരനെ സഹായിക്കുന്നത് എന്ന് നൗഫൽ പറയുന്നു. എൻ്റെ സ്വദേശം തിരുവങ്ങൂർ അടുത്ത്, ചെമ്മഞ്ചേരി തിരുവങ്ങൂർ അടുത്ത് വില്ലപ്പാറ എന്ന സ്ഥലത്താണ്. അവിടെ നാട്ടുകാരുടെ പ്രോത്സാഹനമുണ്ട്, എൻ്റെ കുടുംബങ്ങളുടെ പ്രോത്സാഹനമുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഞാൻ വർക്ക് ചെയ്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. മഞ്ചേരിയിലുള്ള മലപ്പുറത്തെ മഞ്ചേരി നോബൽ പബ്ലിക് സ്കൂൾ, എയ്സ് പബ്ലിക് സ്കൂൾ, അവിടെയുള്ള ഡോക്ടർ അബ്ദുറഹ്മാൻ സാർ, അദ്ദേഹമൊക്കെ എന്നെ ഈ കുറെ ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട് ഈ ഇതില്. ഇപ്പം ഞാൻ ഈ എക്സിബിഷൻ നടന്നു, ഒരു 3-4 എക്സിബിഷൻ ഇപ്പം നടന്നു കഴിഞ്ഞു. അതിന്റെ തുടക്കം സത്യത്തില് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ശാന്തി നികേതൻ സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സുഭാഷ് നായർ,
അദ്ദേഹം നിരന്തരം എന്നോട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു എക്സിബിഷൻ നടത്തണം എന്നുള്ളത്. തുടക്കക്കാരൻ ശരിക്കും ഡോക്ടർ സുഭാഷ് നായർ ഞങ്ങളുടെ പ്രിൻസിപ്പളാണ്. അതോടൊപ്പം തന്നെ KC അബ്ദുൽ ലത്തീഫ് അദ്ദേഹം ഇതിന്റെ കൂടെ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. വരകളുടെ ലോകത്തേക്ക് പിന്തുണ നൽകിയവർ ഏറെ. എങ്കിലും പൂക്കോട് കലാലയത്തിലെ രാഘവൻ മാസ്റ്റർ നൽകിയ വലിയ പിന്തുണയാണ് തന്റെ ഈ എളിയ ചിത്രകാരനെ ഊടും പാവും നൽകിയതെന്ന് നൗഫൽ പറയുന്നു. ചെമഞ്ചേരിയിലെ പൂക്കാട് കലാലയത്തിലെ UK രാഘവൻ മാസ്റ്റർ അദ്ദേഹം എന്നെ കാലങ്ങളോളം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്റെ അധ്യാപകനാണ്. ഖത്തറിലെ ശാന്തിനികേതൻ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ നൗഫലിന്റെ ചിത്രകലാ വളർച്ചയിൽ സഹായം നൽകിയവർ ഏറെയുണ്ട്. കോഴിക്കോട് ഖത്തർ ചിത്ര പ്രദർശനങ്ങൾക്ക് ശേഷം ബഹ്റൈൻ, കുവൈറ്റ്, ദുബായ് എന്നിവിടങ്ങളിലായി ചിത്ര പ്രദർശനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് മലയാളിയായ ചിത്രകാരൻ. പ്രകൃതിയോടായിരുന്നു എന്റെ കോമ്പറ്റീഷൻ പോയാലും കൂടുതൽ സീനറികൾ ആണ് എനിക്ക്. പ്രത്യേകിച്ച് ഗ്രാമം, എന്റെ നല്ല മനോഹരമായ ഗ്രാമമാണ് ചെമഞ്ചേരി. ഇതുപോലെ രണ്ട് സ്ഥലങ്ങൾ പൂക്കാട്, പാവൂർ, അങ്ങനെയുള്ള ഞാൻ ജീവിച്ചു വളർന്ന ചുറ്റുപാട് നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പൊ അത് ആവശ്യമാണ്. അത് തന്നെയാണ് കൂടുതലായിട്ട് കാര്യം. പിന്നെ ഇവിടെ വന്ന് പ്രകൃതി വരയ്ക്കാനുള്ള കാരണം ഇവിടുത്തെ വരണ്ട കാലാവസ്ഥ, ഇവിടുത്തെ ഭൂമിയുടെ ആ ഒരു ഘടന, പച്ചപ്പില്ലായ്മ, അതുകൊണ്ടാണ് കൂടുതൽ എനിക്ക് പച്ചപ്പിലേക്ക് കൂടുതൽ ആവശ്യം. കാരണം വരണ്ട നമ്മുടെ ഒരു മനസ്സുണ്ടല്ലോ. കാലങ്ങളോളം ഞാനിപ്പോ 8 വർഷം 9 വർഷത്തോളമായി ഇവിടെ പ്രവാസ ജീവിതം തുടങ്ങി. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ഈ പച്ചപ്പിനോട് കൂടുതൽ ആകർഷണം തോന്നിയില്ലെങ്കിൽ അത്ഭുതം ഇല്ലാതെ എനിക്ക് തോന്നുന്നു. കാരണം അതാണ് നമ്മുടെ അതിന്റെ ഒരു മനോഹാരിത. നൗഫലിന്റെ ബാല്യകാലത്തിൽ ദുരിതപൂർണമായ അനുഭവങ്ങളേറെയുണ്ട്. തൻ്റെ ദുരിതപൂർണമായ ഭൂതകാലത്തിൽ അതൊക്കെ ഓർമ്മയായി തിരിച്ചു വരികയാണ്. ചിത്രം വരച്ച് സമ്മാനം നേടുമ്പോൾ ആ കാലങ്ങളിൽ ആഹ്ലാദിക്കാനായിരുന്നില്ല. പട്ടിണി, വെറും വെള്ളം കുടിച്ച് കണ്ണീരോടെ കഴിയേണ്ടി വന്ന സ്വന്തം അനുഭവം, അത് നൗഫലിൻ്റെ മനസ്സിൽ വർണ്ണരഹിതമായ സ്കെച്ചായി നീറ്റലോടെ കിടപ്പുണ്ട്. അതാണ് നൗഫലിനെ ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നത്. ചാരുതയാർന്ന ആ ചിത്രങ്ങളുടെ നിറക്കൂട്ടുകൾക്ക് നനവ് പകർന്നത് തൻ്റെ കണ്ണുനീരാണെന്ന് നൗഫൽ പറയുന്നു. ഇല്ലായ്മകളുടെയും വിശപ്പിൻ്റെയും ആ പഴയകാല ജീവിത സാഹചര്യത്തിൻ്റെതായ നേർക്കാഴ്ചകൾ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നത് കൊണ്ടാവാം ചിത്ര പ്രദർശനങ്ങളിൽ ചിത്രങ്ങൾ വിൽക്കുന്ന തുക പൂർണ്ണമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകപ്പെടുന്നത്. അന്ന് എൻ്റെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ബസ്, നമ്മൾ ട്രാവലിങ്ങിലായാലും ബസ്സിൽ പോയിട്ട് പിന്നെ വേണം പോയി വരയ്ക്കാൻ 10-15 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ് ഈ കോഴിക്കോട് എൻ്റെ വീടും തമ്മിലുണ്ട്. അപ്പോൾ ഈ ക്യാഷ് ഉള്ള ബുദ്ധിമുട്ട്, ആ സമയത്ത് കുട്ടികൾക്കൊക്കെ ഫുഡ് ഈ അമ്മമാരും അച്ഛന്മാരും വായിലൊക്കെ ഇങ്ങനെ തിരികെ കൊടുക്കുകയും അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ക്യാഷ് ഇല്ലാതെ പച്ചവെള്ളം കുടിച്ച് ഞാൻ അതിന്റെ പണം സേവ് ചെയ്തുകൊണ്ടാണ് സത്യത്തില് ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ പോയി പങ്കെടുത്തത്. സത്യത്തിൽ ഇത് വീട്ടുകാരൊന്നും അറിയിക്കാറില്ല. കാരണം വീട്ടുകാരെ നമ്മള് പറഞ്ഞല്ലോ, ഇത് സമ്മാനം കിട്ടിയാൽ പോലും നമ്മൾ അറിഞ്ഞാലാണ് വീട്ടുകാരെ അറിയുക. അത്ര തന്നെ ഇതിന്റെ ഈ താല്പര്യം കൊണ്ടാണ് ചിത്രത്തിനോടുള്ള താല്പര്യം, പിന്നെ കോമ്പറ്റീഷൻ പങ്കെടുക്കാനുള്ള താല്പര്യം. ആ ഒരു കാര്യം അങ്ങനത്തെ അവസ്ഥകൾ, സംഭവങ്ങളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അത് കൊണ്ട് ഞാൻ ഈ ചാരിറ്റിക്ക് കൂടുതൽ എന്റെ വർക്കുകൾ കൊടുക്കുക എന്നുള്ളത് പിന്നെ തീരുമാനിച്ചത്. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫൈറ്റ് ഫോർ ലൈഫ് എന്ന സന്നദ്ധ സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിത്രങ്ങൾ വിൽക്കുന്ന തുക നൽകപ്പെടുകയാണ്. ചിത്രങ്ങൾ വിറ്റ് കിട്ടുന്ന ക്യാഷ് ചാരിറ്റി പ്രവർത്തനത്തിനാണ്. അത് പൂർണ്ണമായിട്ട് ചാരിറ്റി പ്രവർത്തനത്തിനാണ് ഞാൻ കൊടുത്തത്. ഫൈറ്റ് ഫോർ ലൈഫ് എന്നാണ് ഈ ചാരിറ്റിയുടെ പേര്. അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമ്മളത് കുറച്ച് പിക്ചറുകളൊക്കെ വിറ്റിട്ടുണ്ട്. കൂടുതൽ കുറച്ചുകൂടി വിൽക്കാനുണ്ട്. ചെറുതായാലും വലുതായാലും ചാരിറ്റി പ്രവർത്തനം ഒരു പ്രത്യേക ദൗത്യ നിർവഹണമാണ്. അതിലൂടെ ലഭ്യമാകുന്ന മനസംതൃപ്തി, അതാണ് പരമപ്രധാനം.
ജീവിതത്തെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി അർപ്പിക്കുന്ന നൗഫൽ അടക്കമുള്ള നിരവധി പേർ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഇതൊരു ചിത്രകാരൻ്റെ അനുഭവമാണ്. ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേറിട്ട വ്യക്തിത്വവുമാണ്. സമ്പാദ്യശീലം ഗൾഫ് പ്രവാസികൾക്കിടയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമായ വസ്തുതയാണ്. കാരണം പഴയതുപോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ. നാട്ടിലേക്ക് തിരികെ പോകേണ്ടി വരുമ്പോൾ, അവിടെ സ്ഥിരമായി ജീവിക്കേണ്ടി വരുമ്പോൾ, ബാങ്കിലോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ വല്ലതും ബാക്കി ശേഷിപ്പുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും നിങ്ങളെ സഹായിക്കുക. നാട്ടിലെ ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കാൻ എത്തിയെന്ന് വരില്ല. പ്രവാസം മതിയാക്കി തിരികെ പോയവരെല്ലാം പറയുന്ന വിലാപ കഥകളാണിത്. ഗൾഫിൽ നിന്നും വെക്കേഷനിൽ നാട്ടിലെത്തിയാൽ ലഭിക്കുന്ന ഊഷ്മളമായ വരവേൽപ്പുകളല്ല നാട്ടിൽ സ്ഥിരമായി താമസിക്കാൻ എത്തുമ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് സ്വന്തമായ ഒരു തുക സൂക്ഷിപ്പുണ്ടാവണമെന്നത് നിർബന്ധവുമാണ്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.